വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗണിതമഞ്ജരിയിൽ ചാപ്റ്റർ 2 ഇൻട്രൊഡക്ഷൻ ടു പോളിനോമിയൽസിൻ്റെ എക്സസൈസ് ഒരു 2.2 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഒറ്റ വീഡിയോയിൽ ചെയ്യാമെന്ന് പറയുന്നത് വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകുന്നതിന് കാരണമാകും. സോ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും, അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. Find the value of linear polynomial 5x minus 3 if x is equal to 0, x is equal to minus 1 and x is equal to 2. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ 5x മൈനസ് 3 എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ വാല്യൂ എത്രയാണ് അത് കണ്ടുപിടിക്കുന്നതെങ്കിലും നമുക്ക് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത് 5x മൈനസ് 3 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എവിടേക്ക് എക്സ് വരുന്നുണ്ടോ അവിടേക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 5 ഇൻറ്റു 0 മൈനസ് 3 എത്രയാണ് വാല്യൂ എന്ന് പറയുന്നത്? 5 ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 ആണ്. എനി നമ്പർ ഇൻറ്റു 0 0 ആണ്. 0 മൈനസ് 3 എന്ന് പറയുന്നത് മൈനസ് 3 ആണ്. ദെൻ അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 വരുമ്പോൾ ലീനിയർ പോളിനോമിയലിൻ്റെ വാല്യൂ, ലീനിയർ പോളിനോമിയൽ 5x മൈനസ് 3 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് 3 ആണ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1. എക്സിൻ്റെ വാല്യൂ എത്രയാണ് കൊടുക്കേണ്ടത്? മൈനസ് 1 ആണ് കൊടുക്കേണ്ടത്. സോ 5 ഇൻറ്റു മൈനസ് 1 മൈനസ് 3. 5 ഇൻറ്റു മൈനസ് 1 എത്രയാണ്? മൈനസ് 5 ആണ്. മൈനസ് 5 മൈനസ് 3. രണ്ട് നെഗറ്റീവ് സംഖ്യയിൽ നിന്നാണ് കുറയ്ക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? പരസ്പരം കൂട്ടിയിട്ട് നെഗറ്റീവ് സൈൻ ഇടണം. അതായത് -5 നിന്ന് -5 നിന്ന് 3 വീണ്ടും മൈനസ് ചെയ്യേണ്ട അല്ലേ? നിങ്ങൾ നമ്പർ ലൈനൊക്കെ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ -5 നിന്ന് 3 കുറയ്ക്കണമെങ്കിൽ 5ഉം 3യും കൂടെ കൂട്ടിയിട്ട് എന്തിടുക? നെഗറ്റീവ് സൈൻ ഇടുക. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് -8 ആയിരിക്കും. ഓക്കെ. ദെൻ അടുത്ത വാല്യൂ, മൂന്നാമത്തെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ 5 ഇൻറ്റു 2 എക്സ് എവിടെയൊക്കെ വരുന്നു അവിടെയൊക്കെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5 ഇൻറ്റു 2 മൈനസ് 3, അതായത് 5 ഇൻറ്റു 2 വേണം കേട്ടോ ആദ്യം ചെയ്യാനായിട്ട്. 5 ഇൻറ്റു 2 എത്രയാണ്? 10 ആണ്. 10 മൈനസ് 3 എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. സോ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. രണ്ടാമത്തെ ചോദ്യം പറഞ്ഞേക്കുന്നത് ഇതുപോലെ തന്നെയുള്ളതാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി 2 വരുന്നവരാണല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 7s². ഓക്കെ, ഇത് s² എന്നാണ്. 7s² മൈനസ് 4s പ്ലസ് 6 എന്നാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. എസ്സിന് ഓരോരോ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ എസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് s ഇസ് ഈക്വൽ ടു 0 ആണ്. രണ്ടാമത്തെ s ഇസ് ഈക്വൽ ടു -3 ആണ്. മൂന്നാമത് s ഇസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഓക്കെ. സോ നമുക്ക് ആദ്യം s ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന വാല്യൂ നോക്കാം. എസ്സിന് 0 കൊടുക്കാം. എവിടേക്ക് s വരുന്നുണ്ടോ അവിടെയൊക്കെ 0 ഇട്ട് കൊടുക്കാം. സോ 7 ഇൻറ്റു 0² minus 4 into 0 plus 6. Any number into 0 is 0. Any number into 0 is 0. So, ഈ രണ്ട് ടേമും എന്തായി പോയി? 0 0 പ്ലസ് 6. സോ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അതായത് എസിൻ്റെ വാല്യൂ 0 വരുമ്പോൾ പോളിനോമിയലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എസ് ഇസ് ഈക്വൽ ടു -3 വരുമ്പോൾ, -3 വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഇൻറ്റു -3 ഹോൾ സ്ക്വയർ. എവിടെയൊക്കെ എസ് വരുന്നു അവിടെയൊക്കെ -3 ഇട്ട് കൊടുക്കാം. 7 ഇൻറ്റു -3 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു -3 പ്ലസ് 6. ഓക്കെ. സോ -3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? -3 ഇൻറ്റു -3 ആണല്ലേ. രണ്ട് നെഗറ്റീവ് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. പോസിറ്റീവ് 9 ആണല്ലേ. സോ 7 ഇൻറ്റു 9 മൈനസ് 4 ഇൻറ്റു -3 ആണല്ലേ. 4 ഓൾറെഡി എന്താണ്? നെഗറ്റീവ് സൈനാണ് കിടക്കുന്നത്. സോ -4 ഇൻറ്റു എന്താണ്? -3 ആണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എത്ര വരും? 12 വരും. പ്ലസ് 12 വരും. അതായത് ഇവിടെ -4 ഇൻറ്റു -3 ആണ് ചെയ്യേണ്ടത്. സോ ആൻസർ എന്ന് പറയുന്നത് പ്ലസ് 12 ആണ് വരുന്നത്. പ്ലസ് 6 എത്രയാണ്? 63 പ്ലസ് 12 പ്ലസ് 6 വരും. എത്രയാണ് ഉത്തരം വരുന്നത്? 63 പ്ലസ് 18 എന്ന്
ഉത്തരം വരും. ഓക്കെ, സോ 63 + 18 എന്ന് പറയുന്നത് എത്രയാണ്? 81 ആണ് ഉത്തരമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ S = -3 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ S എവിടേക്കാണോ വരുന്നത് അവിടെ -3 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുക. ഇവിടെ കുട്ടികൾക്ക് പ്രശ്നം വരുന്നതെന്ന് പറയുന്നത് കൂടുതലും ഈ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, അങ്ങനെയുള്ള നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെയാണ് വരുന്നത്. ആ കാര്യത്തെ പറ്റിയിട്ട് കറക്റ്റായിട്ടുള്ളൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പഠിക്കേണ്ടതാണ്. ഓക്കെ, then നമുക്ക് അടുത്ത എസിൻ്റെ വാല്യൂയിലോട്ട് പോവാം. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ 7 × -3 ഹോൾ സ്ക്വയർ -4 × -3 + 6. 7 × -3 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? -3 ഹോൾ സ്ക്വയർ 9 ആണ്. 7 × 9 + 12. പ്ലസ് ആയത് എങ്ങനെയാണ്? ഈ -3 × -4 അല്ലേ, അതാണ് അവിടെ പ്ലസ് ആയത്, +6. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് 81 ആണ്. ദെൻ അടുത്ത വാല്യൂയിലേക്ക് പോകാം. S = 4 വരുന്ന കേസാണ്. എവിടേക്ക് എസ് വരുന്നുണ്ടോ അവിടെയൊക്കെ 4 കൊടുക്കുക. 7 × 4 സ്ക്വയർ -4 × 4 + 6. ഓക്കെ, അപ്പോൾ 7 × 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 × 16 - 16, നോട്ട് 4 അല്ല കേട്ടോ. ഓക്കെ, സോ 7 × 16 - 16 + 6. ഓക്കെ, സോ ഇവിടെ -16 + 6 എത്രയാണ്? -16 + 6 -16 + 6 എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടിയാണ് വരുന്നതെങ്കിൽ, ആഡ് ചെയ്യാനാണ് വരുന്നതെങ്കിൽ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചതിന് ശേഷം വലിയ നമ്പറിൻ്റെ സൈൻ ഇടണം. അതായത് ഇവിടെ വലിയ നമ്പറായിട്ടുള്ള 16-ൽ നിന്ന് 6 കുറച്ചതിന് ശേഷം 16ആണല്ലോ വലിയ നമ്പർ, അതിൻ്റെ സൈൻ ഇടുക. 16ൻ്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. സോ 7 × 16 എത്രയാണ്? 7 × 16 എന്ന് പറയുന്നത് 112 ആണ്. ഓക്കെ, 112 ആണ്. 112 ആണ്. അത് അത് മൈനസ് ആണ്. അത് -112 -10 വരും. ഓക്കെ, 16ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ -16ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ അത് -10 ആണ്. 112 -10 വരുമ്പോൾ എത്രയാണ്? 102 ആണ് ഉത്തരം വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം പറഞ്ഞിട്ടുള്ളത്, ദി പ്രസൻറ്റ് ഏജ് ഓഫ് സലിൽസ് മദർ ഈസ് 3 times സലിൽസ് പ്രസൻറ്റ് ഏജ്. ഓക്കെ, സോ സലിൽസിൻ്റെ അമ്മയുടെ പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത് സലിലിൻ്റെ ഏജിൻ്റെ 3 ഇരട്ടിയാണ്, 3 times ആണ്. ആഫ്റ്റർ 5 years their ages will add up to 70 years. ഫൈൻഡ് ദെയർ പ്രസൻറ്റ് ഏജസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ കോമൺ ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാറുള്ള ചോദ്യമാണ്. അപ്പോൾ പ്രസൻറ്റ് ഏജിൻ്റെ റിലേഷൻഷിപ്പ് നമുക്ക് എടുക്കാം. സലിലിൻ്റെ ഏജ് ഞാൻ എക്സ് ആക്കി എടുക്കായിരുന്നു. ഓക്കെ, ലെറ്റ് സലിൽസ് ഏജ് ബി എക്സ്. അങ്ങനെയാണെങ്കിൽ മദറിൻ്റെ ഏജ് എന്താണ്? സലിലിൻ്റെ മദറിൻ്റെ ഏജ് എന്താണ്? മദേഴ്സ് ഏജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ഇരട്ടിയാണ്. 3 times ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, 3x ആണ്. ഇനി അടുത്ത പറഞ്ഞേക്കുന്ന കേസ് എന്താണ്? ആഫ്റ്റർ 5 years സലിലിൻ്റെ പ്രായം എത്രയായിരിക്കും? ഇപ്പോഴത്തെ പ്രായം എക്സ് ആണെങ്കിൽ ആഫ്റ്റർ 5 years സലിലിൻ്റെ ഏജ് എന്ന് പറയുന്നത് x + 5 ആയിരിക്കത്തില്ലേ? അതുപോലെ തന്നെയല്ലേ അമ്മയുടെ പ്രായത്തിലും 5 വർഷം കൂടില്ലേ? സോ 3x + 5 ആയിരിക്കും അമ്മയുടെ പ്രായം. ഇനി എന്താ പറഞ്ഞേക്കണേ? ആഫ്റ്റർ 5 years their ages will add up to 70 years. അടുത്ത 5 വർഷം കഴിഞ്ഞ് അവരുടെ പ്രായങ്ങളുടെ സം എടുത്തു കഴിഞ്ഞാൽ, അവരുടെ വയസ്സുകളുടെ സം എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്നാണ് പറയുന്നത്? 70 കിട്ടുമെന്നാണ് പറഞ്ഞേക്കണേ. അതായത് x + 5 + 3x + 5 = എത്രയാണ്? 70 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണോ? ഒന്നും കൂടെ പറയാം എന്താ പറഞ്ഞതെന്ന്. നമുക്ക് സലിലിൻ്റെ പ്രായവും സലിലിൻ്റെ അമ്മയുടെ പ്രായവുമാണ് തന്നിരിക്കുന്നത്. സലിലിൻ്റെ പ്രായം നിലവിലത്തെ പ്രസൻറ്റ് ടൈമിലുള്ള സലിലിൻ്റെ ഏജ് നമ്മൾ എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ അമ്മയുടെ ഏജ് എത്രയാണ്? അത് 3x ആണ്. 5 വർഷം കഴിയുമ്പോഴുള്ള സലിലിൻ്റെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? x + 5 ആണ്. അമ്മയുടെ ഏജ് എത്രയാണ്? 3x + 5 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 70 ആണ് എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? x + 3x എത്രയാണ്? 1x-ഉം 3x-ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 4x വരും. 4x + 5 + 5 10 ആണ്. 4x + 10 = 70 ആണ്. സോ 4x = എത്രയാണ്?
ഈ 10നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക അല്ല, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും, അത് പ്ലസ് ആകും, മൈനസ് ആകും. സോ 70 മൈനസ് 10 വരും. സോ 4x ഈക്വൽ ടു 60 എന്ന് വരും. എക്സ് കണ്ടുപിടിക്കാൻ എന്താണ്, 60/4 എടുത്താൽ മതി. എത്രയാണ് 60/4 എത്രയാണ്, 60/4 എന്ന് പറയുന്നത് 15 ആണ്. സോ സലിലിൻ്റെ നിലവിലത്തെ പ്രായം എന്ന് പറയുന്നത് എത്രയാണ്, എക്സ് ആണ്, 15 ആണ്. സലിലിൻ്റെ അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് 3 × x ആണ്. സോ അമ്മയുടെ പ്രായം, മദേഴ്സ് ഏജ് എത്രയാണ്, മദേഴ്സ് ഏജ് കണ്ടുപിടിക്കാനായിട്ട് 3 × 15 ചെയ്താൽ മതി. 3 × 15 എത്രയാണ്, 45 ആണ്. ഓക്കെ, സോ ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.